ശ്വാസകോശരോഗങ്ങളാണ് പലപ്പോഴും ആടുകൾക്ക് മാരകമാകുന്നത്. കൂടാതെ വിരശല്യം, രക്താതിസാരം, വസൂരി, ടെറ്റനസ് എന്നിവയും രോഗങ്ങൾ. ഉയരം കുറഞ്ഞതും വായുസഞ്ചാരമില്ലാത്തതുമായ കൂടുകളിൽ കഴിയുന്നവയ്ക്കും ഈർപ്പമുള്ള കാലാവസ്ഥയിലും ശ്വാസകോശരോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ശ്വാസകോശത്തെ ബാധിക്കുന്ന ന്യൂമോണിയ ചിലപ്പോഴെങ്കിലും മാരകമാകാറുണ്ട്. ശ്വാസതടസ്സം, മൂക്കൊലിപ്പ്, ശക്തമായ പനി എന്നിവയും കാണാം. സൂക്ഷ്മപരാതങ്ങളാണ് രക്താതിസാരത്തിന് കാരണമാകുന്നത്. വയറിളക്കവും വിളർച്ചയുമാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. വിരബാധയുള്ള ആട്ടിൻകുട്ടികൾക്ക് വളർച്ച കുറവായിരിക്കും. ആഹാരത്തോട് താത്പര്യമില്ലാതിരിക്കുക, വയറ്റിളക്കം, വയറ് വീർത്തിരിക്കുക, താടിയുടെ അടിഭാഗത്തായി നീർവീക്കം എന്നിവയെല്ലാം വിരയുടെ ലക്ഷണങ്ങളാകാം. മാസം തോറും വിരമരുന്ന് നൽകണം. മരുന്ന് നൽകുമ്പോൾ എല്ലാ മൃഗങ്ങൾക്കും ഒന്നുപോലെ നൽകുക. മുറിവുകളിലൂടെയാണ് ടെറ്റനസ് ബാധയുണ്ടാകുന്നത്. മുറിവുകൾക്ക് ഉടനടി ശരിയായ ശുശ്രൂഷ നൽകണം. അകിടുവീക്കവും ഗർഭഛിദ്രവും ആടുകളിൽ അധികമായി കാണുന്നുണ്ട്. അകിടുവീക്കമുള്ള ആടുകളുടെ മുലക്കാമ്പിൽ നീർവീക്കം കാണും. പാലിന്റെ ഘടനയിലും മാറ്റം വരും. പനിയുടെയും ക്ഷീണത്തിന്റെയും ലക്ഷണങ്ങൾ കാണിക്കും. ആന്റിബയോട്ടിക് ഉപയോഗിച്ച് ചികിത്സ നൽകണം.